നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും മാനസിക സംഘർഷവും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചില ചുമതലകളൊക്കെ വർദ്ധിക്കുമെങ്കിലും സഹപ്രവർത്തകരുടെ സഹായ സഹകരണവും മേലധികാരിയുടെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനോ പൂർത്തീകരിക്കുവാനോ യോഗം കാണുന്നുണ്ട്. തന്മൂലം ഒരു പക്ഷേ ഒക്ടോബർ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ഉദ്യോഗ സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കുവാനുമുള്ള യോഗം, നിയമനാനുമതി ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് മക്കളെ ചേർക്കുവാൻ സ്വല്പം കൂടുതൽ പണം ചെലവ് അനുഭവപ്പെടുമെങ്കിലും ആയതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും പ്രയത്നിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ യോഗമുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രകൃതിദത്തമായിട്ടുള്ള ചില ഔഷധ രീതികളൊക്കെ അവലംബിക്കുകയും ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും എന്ന ഒരു ആശയം ഒരു പക്ഷേ പ്രാവർത്തികമാകുക എന്നത് ഒക്ടോബറിന് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാലും അതിനുവേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അവധി ലഭിച്ചതുവഴി ജന്മനാട്ടിലേക്ക് ഓണക്കാലത്ത് വന്നു പോകുവാൻ വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി പദ്ധതി സമർപ്പിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രായാധിക്യമുള്ളവരെ കാണുവാനും അവരുടെ ജീവിതാഭിലാഷങ്ങളും അവരെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി സാമ്പത്തികമായിട്ടും എല്ലാ പ്രകാരത്തിലും സഹായം ചെയ്യുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നുണ്ട്. ഈ ഒരു സഹായം ചെയ്യുക എന്നുള്ളൊരവസ്ഥ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ചില സഹായ വാഗ്ദാനങ്ങൾ കൂടി വന്നു ചേരുന്നത് ആത്മവിശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ യോഗമുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വസ്തുനിഷ്ഠമായി പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടുവാനും ഏറ്റെടുത്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കി തീർക്കുവാനും സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച ചില കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും അത് മുടക്കം കൂടാതെ തുടക്കം കുറിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവലംബിച്ചും കൊണ്ട് പ്രാവർത്തികമാക്കി തീർക്കുവാനുമുള്ള അവസരം അഥവാ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഗവൺമെൻറ്റിൽ നിന്നും ചില സാഹചര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ചില സാഹചര്യങ്ങളെ കൊണ്ട് കാർഷികമായിട്ടുള്ള ചില മേഖലകളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുകയും ഒരു 6-7 മാസത്തിന് ശേഷം പുനഃപ്രവേശനം നൽകാം. പുനഃപ്രവേശനത്തിന് സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള തീരുമാനവും കൂടി കൈക്കൊള്ളുവാനിട യോഗമുണ്ട്. ഉല്ലാസയാത്രയും വിനോദയാത്രയും മാറ്റിവെച്ച് ബന്ധുമിത്രാദികളോടൊപ്പമോ കുടുംബാംഗങ്ങളോടൊപ്പമോ പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരം വന്നു ചേരുന്നത് സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. പൊതുവെ കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് പറയേണ്ടത്. ഇതാണ് മകയിരം നക്ഷത്രക്കാരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.